കാലാവസ്ഥാ വിവരങ്ങൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ഇന്നും മഴ ശക്തമാകും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നാളെ 3 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. മലബാർ മേഖലയിലാണ് ഇന്ന് മഴ കനക്കാൻ സാധ്യതയുള്ളത്. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, ഇന്നിപ്പോൾ 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴ എന്നല്ല, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യും എന്നല്ലേ? മഴയ്ക്ക് വീണ്ടും സാധ്യതയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ദൂരം മുതൽ 7.6 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മാന്നാർ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ തമിഴ്നാടിന് മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും സ്വാധീന ഫലത്താലാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 22 വരെ മിതമായതോ ശക്തമായോ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ 20 വരെ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിന്റെ ഫലമായി ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ, അതായത് വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നാളെയും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, അതിശക്തമായ ഒരു കാറ്റിനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇടവിട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഈ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം, കടൽ ടൂറിസം താൽക്കാലികമായി ഒഴിവാക്കണം എന്നടക്കമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പക്ഷേ 22-ന് ശേഷം ഈ ചക്രവാത ചുഴികളുടെ സ്വാധീനം കുറയുന്നതോടുകൂടി തന്നെ മഴ കുറയാനുള്ള സാധ്യതയാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. എന്തായാലും 22 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായതോ അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ശ്രുതി, റോഷ്നി. ശരി, ഇന്നത്തെ നോക്കുകയാണെങ്കിൽ 5 ജില്ലകളിലാണ്, അത് വടക്കൻ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. യെല്ലോ അലർട്ടാണ് ഉള്ളത്. ആഷിൻ ഡിയോഗാണ് വിശദാംശങ്ങൾ നൽകിയത്.